ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായിരുന്ന മിഖേൽ സ്റ്റാറെ ഇനി ക്ലബിനോടൊപ്പമില്ല. അദ്ദേഹം ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. മോശം പ്രകടനത്തെ തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റാണ് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. 12 മത്സരങ്ങൾ കളിച്ചപ്പോൾ 7 മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് കീഴിൽ ISLൽ പരാജയപ്പെടുകയായിരുന്നു. ഇതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ തൊപ്പി തെറിച്ചിട്ടുള്ളത്. എന്നാൽ ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ നാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞിരുന്നു. താൻ ഇപ്പോഴും ഒരു നല്ല പരിശീലകനാണ് എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നാണ് ഇപ്പോൾ സ്റ്റാറെ പറഞ്ഞിട്ടുള്ളത്. 2 അതിലധികമോ മത്സരങ്ങൾ കൂടി തനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായും തിരിച്ചടിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. മിഖേൽ സ്റ്റാറയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാനൊരു നല്ല പരിശീലകനാണ് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അക്കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. 2 അതിലധികമോ മത്സരങ്ങളിൽ കൂടി എനിക്ക് അവർ അവസരം നൽകിയിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ സാധിക്കുമായിരുന്നു, തിരിച്ചു വരാൻ സാധിക്കുമായിരുന്നു. അക്കാര്യത്തിലും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും എൻ്റെ കൈകളിൽ അല്ലല്ലോ. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരുന്ന മിഖേൽ സ്റ്റാറെ പറഞ്ഞിട്ടുള്ളത്. സ്റ്റാറയ്ക്ക് കീഴിൽ പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. പല മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ മത്സരങ്ങളിൽ എല്ലാം മികച്ച പ്രകടനം നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വസ്തുത. നന്നായിട്ട് ആക്രമിക്കാൻ ഇദ്ദേഹത്തിന് കീഴിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഗോളവസരങ്ങൾ തുറന്നെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രതിരോധത്തിലെ പിഴവുകൾ, ഗോൾ കീപ്പിംഗ് പിഴവുകൾ, വ്യക്തിഗത പിഴവുകൾ എന്നിവയൊക്കെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി മാറിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.